ഉഷിരോടെ നെഞ്ചും വിരിയണിത കളി നീട്ടി കൈയും മിന്നലിത ഇരു കണ്ണിൽ ചന്തിയാളണിതാ കളിമൂക്കും നേരം തീക്കളിയായി വിടിവിട്ടേ പായും ചാട്ടുളിയായി ഇടയുന്നോർ കൊമ്പൻ കണ്ണകളായി ആടട ആട്ടം നീ പാടട പാട്ടും നീ ആടട. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ബോക്സ് ഫുട്ബോൾ. ഇപ്പോഴും ഞാൻ ആ യൂഫോറിയയിലാണ്, നിങ്ങളും ആ യൂഫോറിയയിലാണെന്ന് എനിക്കറിയാം. യെസ്, നമ്മൾ ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ദിവസങ്ങൾ കിട്ടാനാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പരിപാടികൾ നമ്മുടെ ഈ ആഴ്ച മൊത്തം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ പോസിറ്റിവിറ്റി നിലനിൽക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഡ്യൂറിങ് അവർ ഡാർക്ക് ടൈംസ് അങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ തോക്കില്ല എന്ന് എക്സ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു 2-1 എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് ഒരു കൗണ്ടറൊക്കെ അടിച്ചുള്ളത്. പക്ഷേ ഇത് കൗണ്ടർ ആണെങ്കിലും ദിസ് ഈസ് മാൻ യുണൈറ്റഡ്. അതായത് എല്ലാവരും മരിച്ച് കളിക്കുന്നു. മറ്റേ വിരാട് കോഹ്ലി പറയൂലേ, നെക്സ്റ്റ് ഇത്ര സമയം ദേ ഷുഡ് ഫീൽ ലൈക്ക് ഹെൽ ഔട്ട് ദെയർ എന്ന് പറയുന്ന പോലെ അവരെയൊക്കെ ഫിസിക്കലി നമ്മൾ മാൻ ഹാൻഡിൽ ചെയ്യായിരുന്നു. എല്ലാവരെയും കുറേ കാലമായില്ലേ നമ്മൾ കാലിലൊക്കെ മുട്ടും കയ്യിലൊക്കെ മുട്ടൊക്കെ മുറിഞ്ഞിരിക്കുന്ന കുറേ കാലമായി ബ്രൂസസ് ഒക്കെ കണ്ടിട്ട്. പക്ക ഓൾഡ് സ്കൂൾ ഡിഫെൻഡിങ്ങും എല്ലാവരും നല്ല പാഷനേറ്റായിട്ട് കളിക്കുന്നു. ചുമ്മാ ആൾക്കാർക്ക് വന്നിട്ട് പറഞ്ഞിട്ട് ഡാലോയ്ക്ക് അത് റെഡ് കൊടുക്കണമായിരുന്നു, മറ്റാണ് മറിച്ചാണ്. അതും പിന്നെ എന്തെങ്കിലും മാക്സിമം അത്രയൊക്കെ പറയുള്ളൂ. അല്ലാത്ത പക്ഷം ഒന്നും ഒരു തരി പോലും. ഞാൻ നോക്കുമ്പോഴത്തേക്കും 72% പൊസിഷൻ എങ്ങാണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ആർക്ക്, സിറ്റിക്ക്. ഐ ഡിഡ്ന്റ് ഫീൽ സോ. അത് സത്യമാണ്. അതായത് അവർ ഫുൾ ടൈം ബോൾ വെച്ച് എന്തോ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒന്നുമില്ല. അവരെന്തൊക്കെയാണ് കാണിക്കുന്നത്? അവർ വിങ്ങിപ്പോകുന്നു, ഡോക്കിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ സെമന്യുവിന് കൊടുക്കുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ഹാലൻഡിനെ പോലെ ഇത്രയ്ക്ക് ഏരിയയിൽ ഭയങ്കര പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കർ ഉണ്ടായിട്ട് ഇവരെന്താ ബോൾ ഉള്ളിലോട്ട് ഇടാത്തത്? 1-2 ബോൾ ഉള്ളിലോട്ട്, അത് പെപ്പിൻ്റെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിലും ഇഫ് നത്തിങ് ഈസ് ഹാപ്പനിങ് അങ്ങനെയെങ്കിലും ചെയ്യേണ്ടത്. ഇത് അവരൊന്നും ചെയ്യുന്നില്ല. അതും മാർട്ടിനസിനെയൊക്കെ ബുള്ളി ചെയ്ത പണ്ഡിറ്റ്സിൻ്റെ അടുത്തൊക്കെ അവരൊക്കെ പണി നിർത്തി പോകണം. ആ രീതിയിലുള്ള പെർഫോമൻസ് മാർട്ടിനസ് തിരിച്ച് കിട്ടിലായിട്ട് കൊടുത്തുകൊണ്ട് ഹാരി മഗ്വയർ ഇപ്പോൾ ഒരു ബിഗ് ഗെയിം പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡാലോ ഷോ പറഞ്ഞു കഴിഞ്ഞാൽ ഡാലോ വാസ് ക്രാപ്പ് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ ഡാലോ ഡിഡ് വെരി ഗുഡ് ടു കം ബാക്ക് ടു ദ ഗെയിം, അത് സമ്മതിച്ചു കൊടുക്കണം. ഷോ ആണെങ്കിൽ ഷോയുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എനിക്ക് മോശം പറയാൻ തോന്നുന്നില്ല. എനിക്ക് ഈ കളി കഴിഞ്ഞിട്ട് ആരെയും മോശം പറയാൻ സത്യം പറയാൻ തോന്നുന്നില്ല. ആകെ അപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഡൊണറുമായിട്ട് ഫൈറ്റ് ചെയ്യായിരുന്നു. പിന്നെ ചിലർ പറയുന്നുണ്ട് സിറ്റിയുടെ ബാക്ക് ലൈൻ കൊള്ളൂല. യെസ്, സിറ്റിയുടെ ബാക്ക് ലൈൻ വാസ് വൺ ഓഫ് ദ വീക്കസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിൽ കണ്ടതിൽ ഏറ്റവും വീക്കസ്റ്റ് ബാക്ക് ലൈനിലൂടെ നമ്മൾ കളിച്ചത്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുകയും ചെയ്തതാണ്, ഇതിൻ്റെ കൂടെ ഈ ബാക്ക് ലൈനിൻ്റെ കൂടെ ഒരു ഗോൾ അടിച്ചില്ല നാണക്കേടാണെന്നുള്ള രീതി. അതെല്ലാം സമ്മതിച്ചു. ബട്ട് അവരുടെ അറ്റാക്കോ, എത്ര കിടില അറ്റാക്കേഴ്സ് ആയിരുന്നു അവർക്കുള്ളത്. എന്നിട്ട് അവർക്ക് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റാണ് നമ്മൾ കൊടുത്തത്, വിച്ച് മീൻസ് വി ഡോമിനേറ്റഡ് ദ മാച്ച്. ഇനി ഈ മാച്ച് കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് കാരിക്കിൻ്റെ ഭാവി, കാരിക്കിനെ ജോലി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ പേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരിക്ക് നന്നായിട്ട് ജോലി ചെയ്താൽ ഇനി കാരിക്കിന് ജോലി കൊടുക്കുമോ എന്നൊക്കെയുള്ള പേടിയാണ്. കാരിക്ക് നന്നായിട്ട് ജോലി ചെയ്യണ്ടേ? കാരിക്കിന് എന്തായാലും 6 മാസം ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നെ അല്ലേ. അപ്പോൾ കാരിക്ക് പെർഫോം ചെയ്താൽ കാരിക്കിനെ മെയിൻ കോച്ച് ആക്കുമെന്ന് പേടിച്ചിട്ട് കാരിക്ക് പെർഫോം ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻജോയ് ചെയ്യാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ഇന്നലെയും കുറേ നേരം ഹൈലൈറ്റ്സ് ഇരുന്ന് കണ്ടു, അല്ലെങ്കിൽ ട്വിറ്ററിൽ കയറിയിട്ടോ ഇൻസ്റ്റയിലോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ക്ലിപ്സ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരെ ഇങ്ങനെ പറയുന്നതും ഒരു സുഖമാണ്. ഇപ്പോഴും ഞാനത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്കറിയാം, ഞാൻ വീഡിയോ ഇടുന്ന ഒരു ദിവസത്തിൻ്റെ അതായത് കളി കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. ബട്ട് സ്റ്റിൽ ഈ വീഡിയോ ആൾക്കാർ കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബ്സിൽ പോവുകയാണ് ഇപ്പം. വൈബ് ഇതിൽ മെയിൻലി പറയാനുള്ളത് കാരിക്കിന് ക്രെഡിറ്റ് കൊടുക്കണം. കാരിക്ക് എന്ന് പറയുന്നത് ആ ഓൾഡ് ട്രാഫോർഡിൽ കളിച്ച് എന്താണ് ഈ ജേഴ്സി ഇടാനുള്ള യോഗ്യത എന്നും എന്താണ് ഈ ജേഴ്സി ഇട്ടാനുള്ള റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഹോൾഡിംഗ് സെൻട്രൽ മിഡ്സ് ഇൻ മോഡേൺ ഫുട്ബോൾ എന്ന് തോന്നിയിട്ടുള്ള പ്ലെയറാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഈ നല്ല ഹോൾഡിംഗ് മിഡ്സൊക്കെ നല്ല നല്ല മാനേജേഴ്സ് ആവുന്നുണ്ട്. നമ്മുടെ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ലെജൻഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, കാരിക്കിനെ തന്നെ ഫ്ലെക്സ് ചെയ്യാൻ ഇപ്പോൾ കുറേ. കാരിക്ക് ഇപ്പം യുണൈറ്റഡിൻ്റെ മാനേജറായിട്ട് ടുഷലുമായിട്ട് ഡ്രോ പിടിക്കുന്നു. ഉനായി എമറിനെ VRL-ലായിരിക്കുമ്പം UCL തോപ്പിക്കുന്നു. പിന്നെ അർട്ടറ്റേനെ തോപ്പിക്കുന്നു. ഇപ്പോൾ പെപ് ഗാർഡിയോളയും തോപ്പിച്ചിരിക്കുകയാണ്. ഹൈ പ്രൊഫൈലായിട്ടുള്ള മിക്ക മാനേജേഴ്സിനെയും കാരിക്ക് ഡീൽ ചെയ്യുന്നു. ആരും കാരിക്കിനെ തോപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കാരിക്കിന് ഒബ്വിയസ്ലി ഫ്ലെക്സ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. സോ ലെറ്റ് ദ കാരിക്കർ ഗോ ഗുഡ്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, വി ആർ എ വെരി ഗുഡ് കൗണ്ടർ അറ്റാക്കിംഗ് ടീം. ഈ പൊസഷൻ ഫുട്ബോൾ എന്ന് പറയുന്നത് മീഡിയ നമ്മളെ ഫീഡ് ചെയ്തതാണ്. ഒരിക്കലും അത് യുണൈറ്റഡ് വേ ആണെന്നും നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ യുണൈറ്റഡ് വേ അല്ല അത്. ഫെർഗൂസൻ്റെ കാലത്തെ കളികളായാലും ശരി, നമ്മൾ
യുണൈറ്റഡ് അറ്റ് ദ ബ്രേക്ക് ഒരു രക്ഷയില്ലാത്ത ടീമാണ്. അപ്പോൾ ഇപ്പം ഈ ഒലയുടെ അണ്ടറിൽ എന്തുകൊണ്ടാണ് നമ്മൾ വൈപ്സ് ആയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കൗണ്ടർ ചെയ്യുന്നത്. ഒലയുടെ അണ്ടറിൽ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ DM അല്ലെങ്കിൽ പ്രോപ്പർ പിവറ്റ് പെയറിംഗ് ഇല്ലാതെ പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒലയുടെ സിസ്റ്റം കുറച്ചുകൂടെ കളിക്കാവുന്നതാണ്. അപ്പോൾ ഈ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ എന്ന് പറയുന്നത് എന്തോ പാപമാണെന്നുള്ള രീതിയിൽ മീഡിയാസ് അടിച്ചിറക്കി വിടുന്നത് കൊണ്ട് അതിൽ നമ്മളും കുറച്ച് പേര് വീണു പോകുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഹാഗിനെ കൊണ്ടുവന്ന പൊസിഷൻ ഗെയിം കളിക്കാൻ, ബ്യൂട്ടിഫുൾ ഗെയിം കളിക്കാനാണെന്ന് പറഞ്ഞതിൽ ഒരാളും കൂടെയാണ് ഞാൻ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം തെളിയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ അമോർമിനെ കൊണ്ടുവന്ന് 3-4-3 പരിപാടി ചെയ്ത പോലെ തന്നെയാണ് പൊസിഷൻ ഗെയിം കളിക്കാനുള്ള ആരും നമ്മുടെ ടീമിലില്ല. അത് എന്നിട്ടാണ് ടെൻഹാഗിനെ കൊണ്ടുവന്ന് പൊസിഷൻ ഗെയിം കളിപ്പിക്കാൻ നോക്കിയത്. സോ നമ്മുടെ ടീം ഒരു അടിപൊളി കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണ്. ഫ്രണ്ടിൽ നല്ല ബേസ് ഉണ്ട്. പിന്നെ കൗണ്ടർ അറ്റാക്കിംഗ് ടീംസ് സ്വപ്നം കാണുന്ന ബോൾ റിലീസ് ചെയ്യാൻ കഴിവുള്ള, ഹോളിവുഡ് ബോൾസ് ഇടാൻ കഴിവുള്ള ബ്രൂണോ ബോർഹെ ഫെർണാൻഡസ്. ബ്രൂണോനെ വിറ്റ് കാശാക്കിയിട്ട് 2 മിഡ്ഫീൽഡേഴ്സിനെ വാങ്ങിയാണെന്നും പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഉടുപ്പ് ഇട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ നോക്കുക, നിങ്ങൾ യുണൈറ്റഡ് ഫാനാണെന്ന് നോക്കുക. ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇൻ ദ വേൾഡ് റൈറ്റ് നോ എന്ന് ഞാൻ പറയും. നിങ്ങൾ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ഈ യുണൈറ്റഡ് ടോക്സിസിറ്റി കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആരെ വേണം കൊണ്ടിട്ടോ അവർ ഇത്രയും പെർഫോം ചെയ്യില്ല. അപ്പോൾ ഏതൊരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമിനെയും സ്വപ്നം കാണുന്ന കൈൻഡ് ഓഫ് അറ്റാക്കിംഗ് മിഡാണ് ബ്രൂണോ. ഫസ്റ്റ് ഗോൾ വന്നത് എങ്ങനെയാണ്? ഇത് കിടിലമായിട്ടാണ് ബ്രൂണോ ബോൾ ക്യാരി ചെയ്തിട്ട്. അത് എപ്പോഴും ഈ 3-4 ഒന്നും നമ്മൾ, അല്ലെങ്കിൽ 4-3 ഒന്നും എപ്പോഴും കൺവേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പ്ലസ് 4-4 ആണ് ഗോളിയും കൂടെ കൂട്ടിയ. അപ്പം എപ്പോഴും കൺവേർട്ട് ആവണമെന്നൊന്നുമില്ല. കിടിലമായിട്ട് പോയിട്ട് ഞാൻ വിചാരിച്ച അമാദിനായിരിക്കും കൊടുക്കുന്നതെന്ന്. അമാദിന് കൊടുക്കുന്ന പോലെ കാണിച്ചപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി, 2 ഡിഫൻഡേഴ്സും കുറച്ച് അങ്ങോട്ട് ആയുന്നുണ്ട്. അപ്പോൾ എംബൂമോക്ക് ഇവിടെ അത് വെയിറ്റ് ഓഫ് ദ പാസ് ഒന്നുമില്ല, അതായത് ബൗൺസിങ് ഒന്നുമില്ല. എംബൂമ ഓടുന്ന വഴിക്ക് ഒന്ന് അടിച്ചിട്ട് പോവുക. ആ രീതിയിലുള്ള ക്വാളിറ്റി ഒരു രക്ഷയില്ല. ബ്രൂണോ ഫെർണാണ്ടസ് റീപ്ലേസബിൾ ആണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല കറൻ്റ്ലി. ആൻഡ് അങ്കിൾ കസമീറോ അതടുത്ത്, അതായത് ഇങ്ങനത്തെ പ്ലെയേഴ്സ് ടീമിലുള്ളത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. കസമീറോയുടെ ഓൺ ദ ബോൾ എബിലിറ്റി ഭയങ്കര രീതിയിൽ അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയാം. കാര്യം എല്ലാവരും എഫേർട്ട് ഇട്ട് ഒരു മാൻ യുണൈറ്റഡ് പ്ലെയർ ആയിട്ട് തന്നെയാണ് ഡെർബി അപ്രോച്ച് ചെയ്തത്. വെരി പ്രൗഡ് ഓഫ് ദ ടീം. എനിക്ക് ഭയങ്കര പ്രൗഡാണ് ടീമിൻ്റെ കാര്യത്തിൽ. കോബി മൈനു നല്ല സ്പോട്ട് ഓൺ ആയിരുന്നു. കോബി മൈനുവിന് അമോറിമിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ റിപ്ലൈ ആയിട്ട് ഞാനിത് കാണും. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡാസ്ലിംഗ് പേസ് ഉള്ള ഡോർഗു, അമാദ്, എംബൂമോ. പെർഫെക്റ്റ് ചോയ്സ് ഓഫ് 3 പ്ലെയേഴ്സ്. ക്രെഡിറ്റ്സ് ടു കാരിക്. ഷെഷ്കോനെ എന്നാലും ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. കുഞ്ഞെ വന്നു, നല്ല കളിയായിരുന്നു. അമാദ് അടിപൊളിയായിട്ട് കളിച്ചു. എല്ലാവരും, ഡോർഗു ഒക്കെ ഇപ്പം ഫാൻ ഫേവറേറ്റ് ആയി മാറിയിരിക്കുകയാണ്. ഡോർഗു നല്ല രീതിയിൽ ഓഫ് ദ ബോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൺ ദ ബോൾ ഇപ്പം എനിക്ക് തോന്നുന്നു 3 കളി 3 അറ്റാക്കിംഗ് റിട്ടേൺസ് ആയി ഡോർഗുവിന്. സോ ഡോർഗു ഒക്കെ സ്ലോലി ഗെറ്റിംഗ് ടു ബി എ ഫാൻ ഫേവറേറ്റ്. പിന്നെ എംബോമോ കമ്മിങ് ബാക്ക് സ്ട്രൈറ്റ് ഫ്രം ആഫ്കോണിന് പോകുന്നതിന് മുന്നേ കുറേ സ്റ്റിക്സ് നേരിട്ട പ്ലെയറാണ്. കുറച്ച് ഓഫ് ആയോന്ന് വിചാരിച്ച പ്ലെയറാണ്, പക്ഷേ ഒന്നും പറയില്ല. ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പല ബോളുകളും കാണണം, ഒരു രക്ഷയില്ല. ആ ബോളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയാം ഇപ്പോഴും ഐ എം നോട്ട് ഓവർ ദാറ്റ്, എന്താ പറയുക, 100 മില്യൺ വാങ്ങിയിട്ട് 2 പേരെ വാങ്ങാന്നുള്ളത്. ചിലപ്പോൾ ആ സിസ്റ്റത്തിൽ യെസ്, പക്ഷേ ബ്രൂണോനെ നമ്പർ 10 ഇട്ട് ഫ്രീ റോം കൊടുത്തുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. നമ്മൾ വിൽക്കരുത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിൽക്കരുത്. ഈ റയൽ മാഡ്രിഡിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയർ പ്ലെയേഴ്സൊക്കെ പോയിട്ട് എല്ലാം കുഞ്ഞു പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് റൂം മാനേജ് ചെയ്യാനൊന്നും ആരും കാണത്തില്ല. ഈ ചെൽസിയൊക്കെ ഇനിയും എന്തായാലും സഹിക്കാൻ പോകുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും. കുറേ ഈഗോസിനെ മാനേജ് ചെയ്യണം. ഐ വുഡ് പ്രിഫർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറെ ഇനിയിപ്പോൾ ഇഷ്യൂ വരാൻ പോകുന്നത്, നമ്മൾ സ്റ്റിൽ ഇതിലൊന്നും നമ്മൾ ക്യാരിയഡ് അവേ ആവാതെ നമ്മൾ കൃത്യമായിട്ട് ബോർഡിനെതിരെയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുക. കാര്യം ജനുവരിയിൽ ആരെയും വാങ്ങിയിട്ടില്ലെങ്കിൽ ഏതോ ഒരു മിസ്റ്ററി മിഡ്ഫീൽഡറിനെ കൊണ്ടുവരുന്നതെന്നൊക്കെ കേൾക്കുന്നു. അത് റൂബൻ ലോഫ്റ്റസ്-ചീക്കോ അങ്ങനെ പല പേരുകളും കേൾക്കുന്നു. പക്ഷേ മൈ പോയിന്റ് ഇസ് ദാറ്റ് വി ഷുഡ് നോട്ട് ഗെറ്റ് ക്യാരിയഡ് അവേ. നമ്മളിപ്പോഴും പ്രസ് ചെയ്യുക. ഒരു ജനുവരി കാര്യം നിങ്ങൾ ആലോചിച്ചു, കോബി മൈനൊരു ഇഞ്ചറി വന്നു, ബ്രൂണോനൊരു ഇഞ്ചറി വന്നു, കസമീറോനൊരു ഇഞ്ചറി വന്നു. ആരെവിടെ കളിക്കും? മാനുവൽ ഉഗാർത്തെ മാത്രമാണ് അവിടെ ഒരു പ്രോപ്പർ ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെൻ്റ് ഉള്ളത്. വേറെ മൗണ്ടിന് എത്ര കാലം ഫിറ്റായിട്ട് ബ്രൂണോനെ പൊസിഷൻ കളിക്കാൻ പറ്റും? അപ്പം മിഡ് അഡ്രസ്സ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. സോ മിഡ് ഒരാൾക്ക് പരിക്കിട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും നമുക്ക്. സോ അതിനുവേണ്ടി നമുക്ക് ഓണേഴ്സിനെ പുഷ് ചെയ്യുക, ബോർഡിനെ പുഷ് ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇങ്ങനെ ഒരു മാച്ചിനൊക്കെ ശേഷം വീക്ക് മൊത്തം എൻജോയ് ചെയ്യുക, വൈബ്സ് അടിക്കുക. ചുറ്റുമുള്ള വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ആ ഡൊണ്ണറുമയും ആ പോസ്റ്റും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ സിറ്റിയെ ചീട്ട് കയറി വിടേണ്ട കളിയാണ്. ആ 3-0 ആയിരുന്നെങ്കിലും ഒരു സന്തോഷമായിരുന്നു. ഇത് ഒരു ഫ്രാക്ഷണൽ മാർജിനിലാണ് അതൊക്കെ ഓഫ് ആയത്. പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ പ്ലെയേഴ്സ്, ഹാറ്റ്സ് ഓഫ് ടു ദ ഫാൻസ്. വി ഡിസേർവ് സം കൈൻഡ് ഓഫ് ഗെയിംസ് ലൈക്ക് ദിസ്. കുറേ കാലത്തിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. ഇത് DNA ടെസ്റ്റ് നടത്തിയിട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കും ഹാപ്പി ആയില്ല. ഇപ്പം യുണൈറ്റഡ് DNA വെരിഫൈഡ് ആണ് കളിയിൽ. സോ മെയിൻ പ്രശ്നം ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം.
നമുക്ക് ബോൾ തന്ന് കളിക്കുന്ന ടീമാകുമ്പോഴത്തേക്കും നമുക്ക് കൗണ്ടർ മാത്രം കളിക്കാൻ പറ്റില്ല. സോ അവിടെയൊക്കെ നമുക്ക് കാര്യക്ക് എന്താ ചെയ്യുന്നതെന്ന് ഐ ആം എക്സൈറ്റഡ്. സോ ലെറ്റ് സി. നെക്സ്റ്റ് ഇസ് ആഴ്സണൽ അവേ. ആഴ്സണൽ അവേയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമുണ്ട്. വി നീഡ് സം പോയിന്റ്സ്. കാര്യം അവർ ഫസ്റ്റ് കളിയിൽ ഡിഡിൻ ഡിസേർവ് 3 points. ഇപ്പം അവർ ഭയങ്കര ലീഡിൽ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നമുക്ക് ആഴ്സണലിനെയും സിറ്റി ഒന്നും ചെയ്യിപ്പിക്കണ്ട. നമ്മൾ 2 പേരുടെ കയ്യിൽ നിന്ന് 3 പോയിന്റ് വാങ്ങിയിട്ട് അവർ തമ്മിൽ തല്ലി തീർത്തോട്ടെ എന്നുള്ള രീതിയിലാക്കണം. സോ ഐ വാണ്ട് സംതിങ് ഫ്രം എമിറേറ്റ്സ്. ഐ ആം എന്താ പറയുക, മാനിഫെസ്റ്റിംഗ് സംതിങ്. സോ നിങ്ങളുടെ തോട്ട്സ്, എല്ലാവരുടെയും ഹാപ്പിനെസ് എല്ലാം ഇട്ടോളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗ്ലോറി മാൻ യുണൈറ്റഡ്.